വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടെ ആഗ്നയുടെ സമീപത്തുണ്ടായിരുന്ന അവളുടെ കസിൻസ് ആയിട്ടുള്ള 2 കുട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. മോളുടെ പേരെന്താ? ആൻഡ്രിയ. ഏഞ്ചൽ റോസ്. കഴിഞ്ഞ 3 ആഴ്ച നടന്നു, ഇന്ന് ഈ ദിവസവും നടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള അവസരങ്ങളിൽ കണ്ടിരുന്നോ വിശുദ്ധ കുർബാന? കണ്ടിരുന്നു. പക്ഷെ ഇന്ന് അച്ഛൻ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അറിയിച്ചെങ്ങനെയാണ് ഇന്ന് കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് കാണിച്ചിട്ടില്ല. എന്താ കണ്ടേ? അവക്ക് വിശുദ്ധ കുർബാന ഇന്ന് അത്ഭുതം നടക്കുന്നത് സംഭവിക്കുന്നത് കണ്ടിരുന്നോ? ഇല്ല, ഇന്നൊന്നും കാണാൻ സാധിച്ചില്ല. ഓക്കെ, മോള് അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? ഓക്കെ, ഇന്ന് എന്തെങ്കിലും കാണാൻ സാധിച്ചിരുന്നോ? ഇന്ന് ഞാൻ പാട്ടുപാടാൻ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ പാട്ടുപാടാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ സ്വീകരിച്ച സമയത്ത് ആൾക്കാർക്ക് കൂടിയാണ് അവളെ കാണാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പൊ കൂടെ സമയത്ത് അവൾ ഇരുന്നു, വെള്ളമൊക്കെ കുടിക്കുന്നു. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ കാര്യം നടന്നതെന്ന്. അപ്പം എല്ലാരും അവള് ഓസ്തി സ്വീകരിച്ച് ഇറക്കി എന്നൊക്കെ പറയുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു കൊടുക്കണ്ട, കാണിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളെ കണ്ട് എല്ലാരും കൂടി അവളെ പിടിച്ച് സങ്കീർത്തി കൊണ്ടുപോയി. പിന്നെ ഞാൻ കുർബാന ചെയ്യുന്ന സങ്കീർത്തി ചെന്നു. അവൾക്ക് പ്രശ്നമൊന്നുമില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് കഴിഞ്ഞ ആഴ്ച മോളുടെ ചേച്ചിയോടൊപ്പം ഉണ്ടായിരുന്നു. ചേച്ചിക്കാണ് ഈ ഒരു അത്ഭുതം സംഭവിച്ചത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞിരുന്നു അതിനുശേഷം? ചേച്ചി ഇതൊക്കെ നടക്കണേ തലേ ദിവസം മുമ്പ് സ്വപ്നമൊക്കെ കാണുമെന്ന് പറയാനുണ്ട്. അപ്പൊ അച്ഛന്റെ ഡ്രസ്സ് ഇട്ടേക്കണ കളറ് സ്വപ്നത്തിൽ കാണാൻ പറ്റും. അപ്പോ ഇന്നലെ ശനിയാഴ്ച എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ശനിയാഴ്ച അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇന്ന് രാവിലെ കയ്യില് ആണി തറക്കണ പോലത്തെ ഒരു സ്വപ്നമാണ് കണ്ടേന്നാ പറഞ്ഞേച്ചാ. അത്ര പറഞ്ഞു. എന്തെങ്കിലും വേദന അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ വീട്ടില് അല്ലെങ്കിൽ ആ കുട്ടിക്ക് സംഭവിച്ചിരുന്നോ? ഇല്ല. ചേച്ചിയുടെ പേരെന്താ? റോസി. എവിടുന്നാ വരുന്നേ? ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ പാലത്തിന്റെ ഇറക്കിലോട്ട് പോകണ്ട, ഈ കുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെയായിട്ടാണ്. ഇന്നെന്താ കണ്ടേ? ഇന്ന് ഞാൻ കണ്ടപ്പോഴേക്കും ഞാൻ ഏറ്റവും ഫ്രണ്ടിന്റെ ഭാഗത്തായിരുന്നു ഇന്നിരുന്നത്. അപ്പോഴേക്കും അച്ഛൻ ദിവ്യകാരണം കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന് അതേ അനുഭവം തന്നെ ആ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായി. അതേപോലെ അനുഭവം കുഞ്ഞിന് നാക്ക് അടക്കാൻ പറ്റാത്ത വിധത്തിൽ ഈശോ ഇരിക്കണേന്. അപ്പം തന്നെ അടുത്ത കൊച്ചി തോണ്ടി അച്ഛനെ വിളിച്ച് അച്ഛൻ കുഞ്ഞിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അച്ഛന് കാര്യം മനസ്സിലായി. അപ്പം തന്നെ അച്ഛൻ ദിവ്യകാരണം സ്വീകരിക്കുന്ന ആ ഒത്തി സ്വീകരിക്കുന്ന ആ പാത്രം കൊണ്ടുവന്ന് കൊച്ചിന് മുമ്പിൽ കാണിച്ച് കൊച്ചി ഇങ്ങനെ ഇട്ട് അപ്പം തന്നെ അച്ഛൻ ആൾത്താരേക്ക് കൊണ്ടുപോയി. ഈ 2 പ്രാവശ്യങ്ങളിലും ഇതേ അനുഭവം തന്നെ വെച്ചിരുന്ന കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഭയങ്കര അത്ഭുതം തന്നെയായിപ്പോയി. എന്നുവെച്ചാൽ ദിവ്യകാരണം സ്വീകരിച്ച് അവിടെ കൊണ്ടുവച്ച് ഞാൻ കണ്ടു കഴിയുമ്പോൾ ഈ ഈശോയുടെ തിരുശരീരം വിറക്കണയായിരുന്നിട്ട് ഞാൻ കണ്ടത്. ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ കരഞ്ഞു വന്ന് അവിടെ വന്നിരുന്ന് കർണക്കൊന്ത ചെല്ലുകയാണ് ചെയ്തത്. കണ്ട എല്ലാ മക്കളും കണ്ണീരോട് കൂടിയാണ് വന്നിരുന്നത് ചോമരേരിയത്. അത്ര ഈ 3 ദിവസങ്ങളിലും, അതായത് ഇന്നത്തെ എല്ലാവരെയും കാണിക്കാൻ അനുവദിച്ചില്ല അച്ഛൻ. അവിടെ നിന്ന് പറഞ്ഞേക്കണം അത് കാണിക്കണ്ട, കൊണ്ടുപോകാനാണ് പറഞ്ഞത്. മറ്റേ 2ഉം കാണിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ജനം കൊണ്ട് നിൽക്കാൻ പറ്റായിരുന്നു, അത്രയും ജനങ്ങളായിരുന്നു. കുഞ്ഞിന്റെ ഞാനിത് കാണുമ്പോൾ കണ്ടത് ഈ ഈശോയുടെ മാംസം ഇരുന്ന് വിറക്കണതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ട. എൻ്റെ ഈ സൈഡ് പോലും എനിക്ക് വേദന പോലെ അനുഭവപ്പെട്ട് ഞാൻ വന്നിരുന്ന് കർണക്കൊന്ത ചെല്ലിയിരിക്കണമായിരുന്നു. ഈ എല്ലാ ഡെയിലി കാലത്ത് 5:30 ആകുമ്പോൾ ഞാൻ വന്ന ആളാണ്. അവിടെ നിലവിളക്കിലിരുന്ന തിരിയിട്ട് കത്തിക്കണത് ഞാനാണ്. ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ആ വേല ചെയ്യുന്നു. അപ്പോൾ അച്ഛൻ പറയും നല്ല കാര്യം, അമ്മച്ചിക്ക് പാടില്ല, എൻ്റെ 2 കാലും ഓപ്പറേഷൻ ചെയ്താൽ എങ്കിൽ പോലും അമ്മച്ചി വന്ന് ചെയ്യണം, എൻ്റെ ഈശോയുടെ ആ ശക്തി കൊണ്ട് അമ്മച്ചി ചെയ്യണേ എന്ന് അച്ഛൻ പറഞ്ഞ് എന്നെ തലക്കൊക്കെ പിടിച്ച് അച്ഛൻ അനുഗ്രഹിക്കുക ചെയ്ത്. അമ്മ എന്നും ചെയ്യാനായിട്ട് അമ്മയ്ക്ക് അതിനുള്ള ആയുസ്സും തരട്ടെ എന്നും പറഞ്ഞു. നിരീശ്വരവാദികളും ഇതൊക്കെ അവിശ്വസിക്കുന്നത് കള്ളത്തരമാണ് എന്നൊക്കെ പറയുന്നവരോട് അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ദൈവം ഇത്ര അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടും ആ മക്കൾ ഇതിൽ വിശ്വസിക്കണില്ലെങ്കിൽ അത് ദൈവമക്കളല്ലെന്ന് തന്നെ ഞാൻ പറയും. എന്ന് വെച്ചാൽ ഈശോയെ രുചിച്ചറിഞ്ഞ് ഈശോയുടെ ഈ തിരുരക്തത്തിലൂടെ ഈ എല്ലാ ലോകമെമ്പാടും എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ ഇപ്പം വെള്ളം ഒഴുകണമാരെ വന്ന് കാണുകയും ഇവിടെ വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ, എന്നിട്ടും വിശ്വസിക്കണില്ലെന്ന് പറഞ്ഞാൽ എന്ത് പറയാനാ? അത് ഈശോയുടെ മക്കളല്ല എന്ന് ഞാൻ തീർത്തും പറയുള്ളൂ. ഈശോയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ആഗ്നയുടെ കൂടത്തില് 10ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന കുട്ടിയാണ് നമ്മളോടിപ്പോൾ ഉള്ളത്. പേരെന്താ മോളെ? റിൻസി മരിയ റിൻസ്മോൻ. ഇന്ന് എന്താ ഇതിനു മുമ്പ്, അതായത് 3 ആഴ്ചകളിൽ നടന്നു, 4ാമത്തെ ആഴ്ച വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിനു മുമ്പ് കണ്ടിരുന്നു വിശുദ്ധ കുർബാന മാംസരൂപമായി മാറിയത് കണ്ടിരുന്നു? കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവള് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി കണ്ണുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ചായിട്ടുണ്ടായിരുന്നു, അപ്പത്ത് കുറച്ചായിട്ടുണ്ടോ. എന്നിട്ട് അവളുടെ അപ്പനെയൊക്കെ വിളിച്ച് വന്നപ്പോഴത്തേക്കും കുറേ രക്തമായി. ഇന്ന് എന്താ മോള് കണ്ടേ?
ഇന്നെന്ന് പറയുമെങ്കിൽ അവള് കുറച്ചൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഒരു തുള്ളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ തുള്ളി അവള് ഉടനെ തന്നെ നാവിന്ന് എടുത്ത് വെക്കിയത്. ഏത് നിറത്തിലായിരുന്നു? അത് കുറച്ച് രക്തം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ അത്ര ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചുണ്ടായിരുന്നു രക്തം. മോളുടെ ഒരു അനുഭവം എന്താ? ഇത് നേരിട്ട് കാണാൻ സാധിച്ചത് 3-ാമത്തെ ആഴ്ച കണ്ടു, ഇന്ന് 4-ാമത്തെ ആഴ്ചയും കണ്ടു. മോളുടെ ഒരു അനുഭവം എന്തായിരുന്നു? എനിക്ക് ആദ്യത്തെ ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ ആഴ്ച 2-ാമത്തെ ആഴ്ച ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും വിശ്വസിച്ച്. പിന്നെ എന്താന്നല്ല, പേടിയാണ് എന്താന്നല്ല, സ്വപ്നത്തിലൊക്കെ വരാൻ തുടങ്ങി. പിന്നെ എന്താന്ന് അറിഞ്ഞുകൂടാ. ഈ ഇടവകയിലെ ഓരോ കുഞ്ഞുങ്ങളുടെ മനസ്സിലും സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ദിവ്യ കുർബാന, അത് ഈശോ എഴുന്നള്ളി വരുന്ന ഒരു അനുഭവമാണ് ഓരോരുത്തർക്കും ഈ ഇടവകയിലെ ഓരോ അംഗങ്ങൾക്കും പറയുവാനുള്ളത്. ജാൻസി ജോയി. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ചാലക്കുടി കൊരട്ടി സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്ന് വരുന്നു. അപ്പൊ ഇത് അറിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ വഴി കണ്ടല്ല, അപ്പൊ അറിഞ്ഞതിന് ശേഷം ഇതൊന്ന് കാണണം, ഒന്ന് ഇവിടേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. അപ്പൊ കുർബാനയ്ക്ക് മുമ്പ് തന്നെ പകുതിയായപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. അപ്പൊ ആ കൊച്ചിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ ഞാൻ പോയി നിന്നായിരുന്നു. അപ്പൊ കുട്ടി എഴുന്നേറ്റ് ഓസി സ്വീകരിച്ച് എഴുന്നേറ്റ് അപ്പൊ തന്നെ അച്ഛന്റെ പീലാസിൽ ഇട്ട് കൊടുക്കുന്നത് കണ്ടായിരുന്നു. ഇന്ന് എന്താ കണ്ടത്? ഇന്ന് കണ്ടത് തിരുവോസിൽ ബ്ലഡ് ആയിട്ടാണ് അവിടെ വന്നത്. അച്ഛൻ ചെറുതായിട്ടാണ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് മാംസകഷ്ണം അല്ലായിരുന്നു. അപ്പൊ അത് അച്ഛൻ അപ്പം തന്നെ കൊണ്ടുപോയി പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞ കാരണം വേറൊരു അച്ഛൻ്റെ കയ്യിൽ അപ്പം തന്നെ കുർബാനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ കൊണ്ടുപോയി, പരസ്യപ്പെടുത്തി കാണിച്ചില്ല ആരെയും. അപ്പൊ കുട്ടീനെ അപ്പൊ തന്നെ അൾത്താരിലെ സങ്കീർത്തന റൂമിലേക്ക് കുട്ടീനെ അപ്പൊ തന്നെ കൊണ്ടുപോയായിരുന്നു. അത് കാണാനുള്ള ഒരു കൃപ ദൈവം തന്നതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് ജോയി. ഏതിടവകയാ? ഞങ്ങള് സെന്റ് ആന്റണി കൊരട്ടി. ഇന്നൊരു അനുഭവം എങ്ങനെയായിരുന്നു? അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ കുർബാന തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി, ഞാൻ ആ സൈഡിൽ നിന്നിരുന്നത്. ആൾക്കാരൊക്കെ കുർബാനയ്ക്ക് കൊടുക്കണ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിക്കി ഫോട്ടോ എടുക്കാനൊക്കെ പോയി. എനിക്ക് നേരിൽ കാണാൻ പറ്റിയില്ല, കാരണം അതേമാതിരി തിരക്കായിരുന്നു. ഇവർ പറഞ്ഞപ്പോൾ അച്ഛൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, റോമിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ പരസ്യമൊന്നും പാടില്ല, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഇതൊന്നും വിചാരിക്കരുത്. പിന്നെ ഞങ്ങൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അടുത്ത കൈക്കാരനൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഇതാക്കരുത്, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നതിനൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇതൊക്കെ അച്ഛൻ അപ്പം തന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവിടേക്കാണെന്ന് അറിയില്ല. ഈ ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താണ്, എന്തെങ്കിലും ശാരീരികമായി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? ഞങ്ങൾക്ക് തോന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് പറഞ്ഞു കേട്ടുള്ള അനുഭവമുള്ളത്. ഞങ്ങളിത് കഴിഞ്ഞ ആഴ്ച തുടങ്ങി നിങ്ങൾ TV ഇത് വന്ന് തുടങ്ങി ഞങ്ങൾക്ക് വന്നെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവിടെ കൊച്ചിയിലൊരു പരിപാടിക്ക് വന്നതാണ്. അപ്പം ഞങ്ങൾ വേറെ അവിടെ ഒരു കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. ഇവിടെ എത്തിയപ്പോൾ കുർബാനയുടെ ഭാഗമായി ഉണ്ടായുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ്. കാരണം ഞങ്ങൾ ഇവിടെ പങ്കുകൊള്ളാനും ഈ പള്ളിയിൽ വരാനും ഇങ്ങനെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നലെ മുതൽ എനിക്ക് ഈ കുട്ടിക്ക് വചനജപമാല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ ഇറക്കിയ ബുക്കാണിത്. ഇത് കൊടുക്കണമെന്ന് വളരെ ഒരു ഉള്ളിൽ ഉൾപ്രേരണമാരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കുറച്ച് ബുക്ക് കൊണ്ടുവന്നു. വേഗം തന്നെ ഈ കുട്ടിക്ക് ഈ വചനജപമാല എന്നുള്ള ബുക്ക് കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ ഇറക്കിയതാണ്. അപ്പം ഇത് വചനമാണ്, അതായത് നന്മ നിറഞ്ഞ് ചെല്ലണേന് കൊന്ത തന്നെ വചന. അപ്പൊ ഈ വചനം ചൊല്ലിക്കൊണ്ട് നന്മ നിറഞ്ഞ് 10 പ്രാവശ്യം ചെല്ലണേന് പകരം ഈ വചനം 10 പ്രാവശ്യം ചെല്ലുക. അങ്ങനെ പരിശുദ്ധ പരമദിവ്യാരണത്തിന് നേരെ ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ഒരു ഇത്. അപ്പൊ ഈ ബുക്ക് കൊച്ചിന് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു പ്രേരണ ഉണ്ടായിരുന്നു. ഞാൻ വേഗം ഓടിക്കൊണ്ടെന്ന് മോനോട് പറഞ്ഞ് കാറിൽ ഇരിപ്പണ്ട് വേഗം എടുത്തോണ്ടെന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് ആ കൊച്ചിന് അത് കൊടുക്കാൻ സാധിച്ചു. അതിൽ തന്നെ ദൈവത്തിന് നന്ദി. എന്തോ ഒരു ഉൾപ്രേരണ മാതിരി തോന്നിയതാണ്. എൻ്റെ പേര് വർഗീസ്. ഞാൻ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇത് ഈ യൂട്യൂബിലൊക്കെ കേട്ടതനുസരിച്ച് വരികയും ഈ കുർബാനയിൽ സംബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ രൂപമാറ്റം നടന്നതായിട്ട് അറിഞ്ഞു. നേരിട്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ തന്നെയും അത് വളരെ വിശ്വാസത്തോടു കൂടി തന്നെ അവർ അത് രൂപതയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഫർദർ ചെക്കപ്പിന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഒരു വിശ്വാസവും അത് തന്നെയാണ്. ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാന തിരുവോസ്തി, മാംസമായി മാറിയ തിരുവോസ്തി പൊതുദർശനത്തിന് വെക്കുന്നില്ല എന്നാണ് അച്ഛൻ അറിയിച്ചിട്ടുള്ളത്. സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റില്ലൊന്നും പറയാൻ പറ്റില്ല. അതെ, നേരിട്ട് കണ്ട ഒരു അനുഭവം അതൊരിക്കലും പറയാൻ പറ്റില്ല മോനെ. നമുക്ക് വേറെ ഉണ്ടാവും. ഞാൻ ഇറങ്ങി വന്നു, അത്ര മതി. ഇതിൽ കൂടുതൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്നു. ഇതിൽ പരം ഒരു സാക്ഷ്യം നമുക്ക് ആവശ്യമില്ല. നമ്മൾ കണ്ണുകൾ കൊണ്ട് 63 വയസ്സായ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടേ. എന്റെ അമ്മച്ചിയൊക്കെ 86 വയസ്സിന് അവർ വരും കാണാത്ത. അത് തന്നെ ദൈവം എന്താ നിശ്ചയിക്കുന്നത് നമുക്കറിയില്ല.
അത്രേ ഉള്ളൂ. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ഡിസംബർ 3-ാം തീയതി ഞായറാഴ്ച എനിക്കൊരു ഇതുപോലെ തളർച്ച പോലെ വന്നിട്ട് ഇവിടെ വന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ജനങ്ങൾ ഇവിടുത്തെ വികാരിച്ചനുണ്ടായി പോയ ആ അച്ഛൻ എല്ലാ ഇടവക ജനങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അത് പ്രത്യേകം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിലൊന്നും യാതൊരു കുഴപ്പമില്ലാണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. അത് കഴിഞ്ഞ പിന്നെയാണ് ഇപ്പോൾ ഈ കൊച്ചിയിലൂടെ ആകിനെ എന്ന പെൺകുട്ടിയിലൂടെ കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണ്ണ് നിറഞ്ഞാണ് പോകുന്നത്. വളരെ ഇതാണ്. ഈ പള്ളിയിൽ നേരത്തെ തുടങ്ങി നല്ല അതിശയങ്ങൾ നടക്കുന്നുണ്ട്. പലർക്കും പല അതിശയങ്ങൾ നടക്കുന്നുണ്ട്. അതനുഭവം എല്ലാവർക്കും വിശ്വാസം വരാൻ വേണ്ടി ആ കൊച്ചിലൂടെ വന്നേക്കണമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു അത്ഭുതം മാത്രമല്ല മറ്റു പല അത്ഭുതങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് ചേച്ചി നമ്മളോട് പറയുന്നത്. ഇങ്ങനൊരു അത്ഭുതം നടക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിന്ന് വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു അത്ഭുതം? ഉണ്ടായിരുന്നു. വിശ്വാസം ഉണ്ടാകൊണ്ട് വന്നത്. വൈഫ് വന്നില്ല, വൈഫ് കൂടി വരാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന ഇന്നും അത്ഭുതം അടയാളം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത് കാണിച്ചില്ലതോ ഇത് ഇച്ചിരി മാറ്റി വെച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ സാക്ഷ്യമാണോ ഓരോ അത്ഭുതങ്ങളിലൂടെയും ദൈവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മച്ചി, എന്തായിരുന്നു ഇന്ന് 4-ാമത്തെ ആഴ്ച വീണ്ടും നമ്മുടെ ദൈവം മാംസരൂപത്തിൽ വന്നിരിക്കുകയാണ്. അമ്മച്ചി കണ്ടോ? ഇന്ന് കണ്ടില്ല, 3 ആഴ്ചയും കണ്ടു. 3 ആഴ്ച ഇന്ന് കാണാൻ സാധിച്ചില്ല. അച്ഛനാരെയും കാണിച്ചില്ല. അത് റോമിലേക്ക് അയക്കുക എന്നുള്ള ഭാഗമായിട്ടാണ് ഇന്ന് കാണിക്കാതിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്ഥിരീകരണം പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടു. തുടർച്ചയായി 4 ആഴ്ചകളിൽ ഇത് ആവർത്തിച്ചിരിക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം ഒരു സ്കൂളിൽ വെച്ചും കുർബാന സമയത്ത് സ്കൂളിൽ പിന്നെ കുർബാന ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ആ സമയത്തും ഇതേപോലെ തന്നെ തിരുവോസ്തി എവിടെ നിന്നാണ് വരുന്നത്? ഈ ഇടവകക്കാർക്ക് പ്രത്യേക ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്ന് മറ്റു പല ഇടവകക്കാർക്കും അസൂയ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും വിശ്വാസം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടിരുന്നോ ഇന്ന്? കണ്ടു. നമുക്കത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾ ഈ ഇടവകയിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കാണാനുള്ള സാധിച്ചത് 4 ആഴ്ചയായി. അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹം. ദൈവം ഇവിടെ ജീവിക്കുന്നു എന്നതിന് ഉത്തമ തെളിവാണ് 4-ാമത്തെ ആഴ്ചയും ഇതേ ഒരു അത്ഭുതം വീണ്ടും അതേ പെൺകുട്ടിയിലൂടെ തന്നെ. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിശ്വാസികൾ ഇപ്പൊ ഈ പള്ളിയിൽ നിറഞ്ഞു. ഇന്ന് ഞായറാഴ്ച അച്ഛൻ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഫുള്ള് ജനം. അതെ, ഞങ്ങൾ വരുമ്പോൾ പുറത്ത് വരും ആൾക്കാർ കസാരയിട്ടും വെയിലത്തും ഈ ചൂട് വെയിലത്ത് വരെ നിൽക്കാൻ. ശ്രീലങ്കൻസ് വരെ അച്ഛൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇന്ന് പറഞ്ഞല്ലോ അച്ഛൻ ശ്രീലങ്കക്കാർ വരെ വന്നു ഈ സംഭവം പറഞ്ഞ് അവര് വരെ വന്നു. അത് ഭയങ്കര ഒരു ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഈ ഇടവക്കാരെല്ലാവർക്കും അത് വലിയൊരു അനുഗ്രഹമാണ്. 200ഓളം 210 കുടുംബങ്ങൾ, 220-220ഓളം കുടുംബങ്ങളാണ്. ഓക്കെ, ഇതിനു മുമ്പ് ഈ ഒരു ജനസാഗരം ഈ ഇടവകയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പെരുന്നാളിന് ഇത്ര ആളില്ല. പെരുന്നാളിന് പോലും ഇടവകയിൽ ഇത്രയും ജനങ്ങൾ എത്താൻ സാധിച്ചിട്ടില്ലാത്ത ഒരു അവസരത്തിലാണ് ഈ 4-ാം ആഴ്ചയും ഇത്രയും ജനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ഇടവകയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ള ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പേരെന്താ? അമ്മച്ചിയുടെ പേര് റോസമ്മ ജേക്കബ്. എവിടുന്നാ വരുന്നേ? ചുരുളിപ്പള്ളി ഇടവക, ഇടുക്കി ഇടവകയിൽ നിന്നും ഈ ദൂരം എങ്ങനെ അമ്മച്ചി എത്തി? എന്റെ മക്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അന്നേരം കൊച്ചുമക്കളുടെ അടുത്ത് ഞാൻ വരും വല്ലപ്പോഴൊക്കെ. ഇതറിഞ്ഞപ്പം കൂടുതൽ പ്രോത്സാഹനമായിട്ട് വന്നു. അപ്പൊ ഇന്ന് ഈശോയെ നേരിട്ട് കാണാൻ സാധിച്ചോ? നേരിട്ട് കാണാൻ സാധിച്ചില്ല. അച്ഛൻ പറഞ്ഞപ്പം പിന്നെ ഒരച്ഛൻ വന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇന്ന് പൊതുദർശനത്തിന് എല്ലാവരും കാണിക്കാനായിട്ട് വെച്ചിരുന്നില്ല, അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ കണ്ടു. പക്ഷെ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം നമ്മൾ കണ്ടു. തിരുശരീരം, ഈശോയുടെ തിരുശരീരം അത് മാംസരൂപമായി മാറിയത് നമ്മുടെ വൈദികൻ എടുത്തുകൊണ്ട് പോകുന്ന അൾത്താരയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. അങ്ങോട്ട് ഒരു വെളുത്ത ഒരു അച്ഛൻ കൊണ്ടുപോകുന്ന കണ്ടു. ഞാൻ പാലാരിവട്ടം പള്ളിയാണ്. പാലാരിവട്ടം പള്ളിയിൽ നിന്ന് ഞാൻ ഇന്നത് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. കഴിഞ്ഞ 3 ആഴ്ചകളിൽ വന്നിരുന്നു. 3 ആഴ്ചയില്ല, എന്റെ പെങ്ങളുടെ വീടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞറിഞ്ഞ് പിന്നെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു ടിവിയിലൂടെയൊക്കെ. അപ്പൊ ജസ്റ്റ് ഇന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നു. ഒരു സംശയം ഉണ്ടായിരുന്നു ആദ്യ സമയത്തില്? സംശയമൊന്നുമില്ല, പക്ഷെ ഇത് പലയിടത്തും കേട്ടുള്ള കൊണ്ട് നമുക്ക് അതൊരു അനുഭവമായിട്ട് വിശ്വാസം ഉണ്ടായി. അതുകൊണ്ട് ഒന്നും കൂടി ആ വിശ്വാസം ഒന്ന് ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി വന്ന ഒരു ദിവസമായിരുന്നല്ലേ? അതെ. ഷീല ഫ്രാൻസിസ് എന്ന മാടവന ഇടവകയിലെ ഒരു അമ്മച്ചിയാണ് ഇപ്പൊ നമ്മളോട് കൂടെ ഉള്ളത്. അമ്മച്ചി നേരിട്ട് കണ്ടോ? ഇന്ന് കണ്ടിട്ടില്ല, നേരത്തെ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ കണ്ടു. ഇന്ന് എന്താണ് കണ്ടത് അമ്മച്ചി? കാണിച്ചില്ലല്ലോ. ഇന്ന് ബ്ലഡ് വന്നിട്ട് അച്ഛൻ കൊണ്ടുവച്ചിട്ട് വേറെ ആരമേന്ന് അച്ഛൻ വന്നിട്ട് കൊണ്ടുപോയി, അകത്തോട്ട് കൊണ്ടുപോയി. പുറത്താരും കാണിച്ചില്ല. എന്തായിരുന്നു ആ ഒരു സമയത്ത് അനുഭവം? എന്തായിരുന്നു? നമുക്ക് വിശ്വാസമുണ്ട്, ഒരു വേറെ പോലെ നമുക്ക് തന്നെ ഒരു വല്ലാത്ത പ്രയാസം പോലെ ഇതുപോലെ തോന്നുന്നു.
ജീവിതത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം നേരിട്ട് കാണുന്നത്? ഇവിടെ വന്ന പിന്നെ അത് കാണും. ഈ ഇടവകയിൽ പതിവിൽ കൂടുതൽ ആൾക്കാരുള്ളതുപോലെ അമ്മച്ചിക്ക് തോന്നുന്നു. ഇന്ന് ഒരുപാട് ആളാണ്, ഇത്ര ആളൊന്നും ഉണ്ടാകാറില്ല. സാധാരണ ബെഞ്ചിലും കസലിലും ഇരിക്കാനുള്ള ആൾക്കാരെ ഉണ്ടാകാറുള്ളൂ. ഇത് ചെറിയ ഇടവകയാണ്, 210 ഇടവക.